നമസ്കാരം. ജന്തർ മന്ദറിലെ പാറ്റകളുടെ സമരം കഴിഞ്ഞു. എന്നാലും അതിൻ്റെ അലകൾ ടി മോഹൻദാസിൻ്റെ പേരിൽ കേരളത്തിൽ ഇപ്പോഴും അലയടിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലമായും യുദ്ധം നടക്കുന്നു. എന്തായാലും ടി മോഹൻദാസ് ഇപ്പോൾ എയറിലാണ്. അദ്ദേഹം തൻ്റെ 3 വീഡിയോകളിലൂടെ നടത്തിയ 3 പരാമർശങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ആയിരിക്കുന്നത്. എന്തായാലും സൈബർ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ടി മോഹൻദാസ് നമ്മുടെ പൊതുമണ്ഡലത്തിലെ ഒരു നിറസാന്നിധ്യമാണ്, നല്ലൊരു വാഗ്മിയും ആണ്. എന്നാൽ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിന് കുറേ ഇഷ്ടപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിൽ നല്ല പാണ്ഡിത്യമുള്ള ആളുമാണ് ടി മോഹൻദാസ്. അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം വളരെ ആധികാരികമായി സംസാരിക്കുകയും ചെയ്യും. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് യാതൊരു വിവരവും ഇല്ലാത്ത വിഷയങ്ങളിലും ഒരു പണ്ഡിതനെ പോലെ ആധികാരികമായി സംസാരിക്കും. അഹമ്മദാബാദിലെ വിമാനാപകടത്തിന് ശേഷം അദ്ദേഹം എടുത്ത ഒരു വികലമായ വീഡിയോയും അതുപോലെ വഖഫ് നിയമത്തെക്കുറിച്ചിട്ട് ഇന്നേ നാൾ വരെ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും അടിസ്ഥാനരഹിതവും തെറ്റുകൾ നിറഞ്ഞതും ആണ്. ABC മലയാളത്തിൽ വടയാർ സുനിലുമായി ചേർന്ന് അദ്ദേഹം വഖഫ് വിഷയത്തിൽ ഒരു ചർച്ച നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞത്, അഥവാ വഖഫ് ബോർഡിൽ നിന്ന് നിങ്ങളുടെ വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിനെ വലിച്ചു കീറി ചവറ്റുകുട്ടിയിൽ ഇടണം, മൈൻഡ് ചെയ്യേണ്ട എന്നാണ്. പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയെ ആർട്ടിക്കിൾ 226 സമീപിക്കാം. ഹൈക്കോടതിക്ക് ആ ആർട്ടിക്കിളിനടിയിൽ വളരെ വലിയ അധികാരമാണ് ഉള്ളത്. അവർക്ക് എന്തും വിധിക്കാം. അതുകൊണ്ട് നിങ്ങൾ വഖഫ് ട്രൈബ്യൂണലിൽ പോകേണ്ട കാര്യമേ ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, അന്ന് ജസ്റ്റിസ് കഡ്ജു ആയിരുന്നു, വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതായത് വഖഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമാണെന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. അതുകൂടാതെ ഹൈക്കോടതിക്ക് അത്തരത്തിലുള്ള പെറ്റീഷൻസ് ഫയലിൽ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ഒരു മാർഗനിർദ്ദേശവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്തിരുന്നു. നമുക്കറിയാം, നമ്മുടെ VD സതീശൻ നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ 10 മിനിറ്റിനകം മുനമ്പം വിഷയം പരിഹരിക്കുമെന്ന്. അതിനെ തുടർന്ന് നമ്മുടെ ടി മോഹൻദാസ് ഒരു വീഡിയോ ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞു, ഈ VD സതീശൻ ഉദ്ദേശിച്ച പരിഹാര മാർഗം എന്താണെന്ന് എനിക്കറിയാം, 10 മിനിറ്റിന് അകത്തുള്ള പരിഹാര മാർഗം എന്താണെന്ന് എനിക്കറിയാം. അതായത് ഈ നിസാർ കമ്മീഷൻ 2008 ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിന് സർക്കാർ അംഗീകാരവും നൽകിയിരുന്നു. അങ്ങനെ സർക്കാർ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിന് നൽകിയിരുന്ന ഈ അംഗീകാരം പിൻവലിക്കുക, അതോടുകൂടി മുനമ്പം വിഷയം അവസാനിക്കുമെന്നാണ് ഇദ്ദേഹം വിളിച്ച് പറഞ്ഞത്. ഇത് കേൾക്കുന്ന ഒരാൾ വിചാരിക്കും നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് മുനമ്പത്തെ വഖഫായി പ്രഖ്യാപിച്ചത് എന്ന്. എന്നാൽ അത് അടിസ്ഥാനരഹിതമാണ്. വഖഫ് ബോർഡ് തന്നെ വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 40 പ്രകാരമാണ് ഈ മുനമ്പത്തെ വഖഫായി പ്രഖ്യാപിച്ചത്. അങ്ങനെ ഈ നിരന്തരമായിട്ട് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ എന്ത് കയ്യിൽ കിട്ടിയാലും അത് വച്ചിട്ട് ഒരു വീഡിയോ ചെയ്യും, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ വളരെ ദൈർഘ്യമുള്ളവയാണ്, അതുകൊണ്ട് ആരും തന്നെ അത് മുഴുവനും കാണാറില്ല. എന്നാൽ ചില തൽപര കക്ഷികൾ അതിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് വളച്ചൊടിച്ചിട്ടാണ് അദ്ദേഹത്തിനെതിരെ വിദ്വേഷ പരാമർശം നടത്തുന്നത് എന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ 3 വീഡിയോകളും ഞാൻ ഈ 2 പ്രാവശ്യം വീതം കണ്ടു കേട്ടു. ആദ്യമേ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ ചില കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില കാര്യക്കേടുകളും ഉണ്ട് എന്നാണ്. ഒന്നാമത്തെ പരാമർശം ജന്തർ മന്ദറിലെ പ്രതിഷേധത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പറഞ്ഞത്, ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവയ്ക്കും. ആൾക്കാർ ചിതറി ഓടും. കുറേ പേർ മരിക്കും, കുറേ പേർ മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ എന്നായിരുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണ്, അദ്ദേഹത്തിൻ്റെ മുഖഭാവമാണ്. അതായത് യാതൊരു വികാരവുമില്ലാതെ ഒരു റോബോട്ടിനെ പോലെയാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. ഈ പരാമർശം അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വൈകൃതത്തെയും
ആണ് കാണിക്കുന്നത്. പോലീസിന് തോക്ക് കൊടുത്തിരിക്കുന്നത് വെടിവെക്കാൻ തന്നെയാണ്. കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ പല ഭാഗത്തും അത്തരത്തിലുള്ള വെടിവയ്പ്പുകൾ നടന്നിട്ടും ഉണ്ട്. എന്നാൽ എപ്പോഴാണ് വെടിവെക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജന്തർ മന്ദറിൽ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഏക ഉത്തരവാദി BJP സർക്കാരാണ്. അവരുടെ പിടിപ്പുകേടാണ് അതിനൊക്കെ കാരണം. അവർ ആദ്യം ഈ പാറ്റകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതിലൂടെ അവിടെ ഈ ദേശവിരുദ്ധ ശക്തികൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും ഒക്കെ നുഴഞ്ഞു കയറാൻ സാധിച്ചു. അതുപോലെ എവിടെ നിന്നൊക്കെയോ ധനം ഒഴുകിയെത്താനുള്ള അവസരവും സമയവും ഈ BJP സർക്കാർ അനുവദിച്ചു. തുടക്കത്തിൽ പാറ്റകളുടെ ആവശ്യം വളരെ ന്യായയുക്തമായ ഒന്നായിരുന്നു. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൻ്റെയും 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തതിൻ്റെയും ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടതായിരുന്നു. അതുപോലെ ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്ത കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരവും നൽകണമായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഉണ്ടായില്ല. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രിമാർ രാജിവെക്കുന്ന ആ ഒരു സംസ്കാരം ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല. എല്ലാ മേഖലയിലും മൂല്യച്യുതി കടന്നു കയറിയതിൻ്റെ തെളിവാണത്. ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിനോ എതിരാളികളെ അനുനയിപ്പിക്കുന്നതിനോ വേണ്ടി അർത്ഥശാസ്ത്രത്തിലും പഞ്ചതന്ത്രത്തിലും ഒക്കെ പറയുന്ന 4 പരമ്പരാഗത മാർഗങ്ങളാണ് സാമം, ദാനം, ഭേദം, ദണ്ണം എന്നിവ. എന്നാൽ ചാണക്യൻ എന്ന് വിളിക്കപ്പെടുന്ന അമിത്ഷാ ഈ അവസരത്തിൽ അതൊക്കെയും തന്നെ മറന്നുപോയി. സാമം എന്ന് പറയുന്നത് സ്നേഹപൂർവമായ സംഭാഷണത്തിലൂടെയും ഉപദേശത്തിലൂടെയും ഒരാളെ അനുനയിപ്പിച്ച് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതാണ്. ദാനമാകട്ടെ എന്തെങ്കിലും സമ്മാനങ്ങൾ, ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇളവുകൾ എന്നിവയൊക്കെ കൊടുത്ത് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്നുള്ളതാണ്. ഭേദം എന്ന് പറയുന്നത് എതിരാളികളുടെ ഐക്യത്തെ തകർത്തുകൊണ്ടോ അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടോ ലക്ഷ്യം കാണുക എന്നുള്ളതാണ്. അതായത് അവരുടെ ഇടയിലുള്ള അഭിപ്രായ ഭിന്നതയെ മുതലെടുക്കുക എന്നുള്ളതാണ്. അവസാനമാണ് ദണ്ണം. ദണ്ണം എന്ന് പറയുന്നത് ശിക്ഷ നൽകുക, ബലപ്രയോഗം നടത്തുക അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആദ്യം അനുനയിപ്പിക്കാൻ ശ്രമിക്കുക, അത് ഫലിക്കാതെ വന്നാൽ സമ്മാനങ്ങൾ നൽകുക, അതും ഫലിക്കാതെ വന്നാൽ ഭിന്നത സൃഷ്ടിക്കുക, അതും ഫലിക്കാതെ വന്നാൽ അവസാനമായി ബലപ്രയോഗവും ശിക്ഷയും നൽകുക. ഇതാണ് അതിൻ്റെ ക്രമം, അല്ലാതെ തിരിച്ചല്ല. ഇവിടെ ആദ്യത്തെ 3 മാർഗങ്ങളും സ്വീകരിക്കപ്പെട്ടില്ല. ജൂൺ മാസം 6-ാം തീയതിയാണ് പ്രതിഷേധ സമരം തുടങ്ങിയത്. ജൂൺ മാസം 28-ാം തീയതി സോനം വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചു. അപ്പോൾ അതിനുശേഷം ജൂലൈ മാസം 25-ാം തീയതി നീണ്ട 36 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് സമരം അവസാനിച്ചത്. ജൂലൈ 20-ാം തീയതി വരെ സമരം സമാധാനപരമായിരുന്നു. ജൂലൈ 20-ന് ഈ പാർലമെൻറ്റിലേക്കുള്ള മാർച്ച് തുടങ്ങിയതോടെയാണ് സമരം അക്രമാസക്തം ആയത്. അപ്പോൾ മാത്രമാണ് സർക്കാർ സാമത്തിനും ദാനത്തിനും തയ്യാറായത്. അവസാനം സാമത്തിലൂടെയും ദാനത്തിലൂടെയും ഫലം കാണുകയും ചെയ്തു. സാമദാന ഭേദങ്ങളൊക്കെ മറന്നുകൊണ്ട് ആദ്യമേ തന്നെ കർഫ്യൂ പ്രഖ്യാപിക്കുമെന്നും തുടർന്ന് 3 പ്രാവശ്യം മാത്രം പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുമെന്നും അതിനെ തുടർന്ന് വെടിവയ്ക്കുമെന്നും 4 മണിക്കൂറിന് ശേഷം ശവങ്ങൾ എടുത്ത് ആശുപത്രിയിൽ കൊണ്ട് ഏൽപ്പിക്കും എന്നൊക്കെ നിർവികാരതയോടെ പറയാൻ ഒരു കഠിന ഹൃദയന് മാത്രമേ സാധിക്കൂ. അഥവാ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും ഈ അക്രമം പടർന്നു കയറിയേനെ. ഈ വയസ്സാം കാലത്ത് TG മോഹൻദാസ് പോൾപോട്ടിനും ഇദി അമീനും ഹിറ്റ്ലറിനും ഒക്കെ പഠിക്കുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ ആർക്കും തോന്നും. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ വിദ്വേഷ പരാമർശത്തിലേക്ക് വരാം. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടി, ഗുണ്ടന്മാരൊക്കെ. മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗം നടക്കും. പരാതി വരില്ല, പക്ഷേ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തുകഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷി ആയി. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. TG മോഹൻദാസ് ഒരു 40 വർഷം പുറകെ നിന്നുകൊണ്ടാണ് ഇന്നത്തെ സമൂഹത്തെ നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത്. അദ്ദേഹം തൻ്റെ പഴയ കണ്ണുകൾ കൊണ്ട് പുതിയ സമൂഹത്തെ നോക്കുന്നു. അതും കൂടാതെ ഈ സെക്സ്, ബലാത്സംഗം എന്നിവയെക്കുറിച്ചിട്ടൊന്നും TGക്ക് ഒരു അടിസ്ഥാന വിവരവും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു അച്ഛനായതുകൊണ്ട് മാത്രം അത്തരം വിവരങ്ങൾ ലഭിക്കണമെന്നും ഇല്ല. ഇഷ്ടമില്ലാത്ത ഒരാളുമായോ ഇഷ്ടമില്ലാത്ത സമയത്തോ ഇഷ്ടമില്ലാത്ത സ്ഥലത്തോ വച്ചിട്ട് ലോകത്തെ ഒരു സ്ത്രീക്കും സെക്സ് ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അടിസ്ഥാന പ്രമാണം. അതുകൊണ്ട് തന്നെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നുള്ള TG മോഹൻദാസിൻ്റെ പ്രസ്താവനയോട് യോജിക്കാനേ കഴിയുന്നില്ല.
ലോകത്ത് ആണും പെണ്ണും ഉള്ളിടത്തോളം കാലം അവർ തമ്മിൽ ബന്ധപ്പെടും. അത് ബലാത്സംഗം ആകുമ്പോൾ മാത്രമാണ്, അതായത് ഒരാളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി നടക്കുമ്പോൾ മാത്രമാണ് അതൊരു ക്രൈമായിട്ട് മാറുന്നത്. അപ്പോൾ മാത്രമാണ് പരാതി ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ വയസ്സാം കാലത്ത് വേണമെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് ടി.ജി. മോഹൻദാസിന് ഓഷോയെ വായിക്കാവുന്നതാണ്. ഇവിടെയാണ് ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് കോടിക്കണക്കിന് ആരാധകരുള്ള, പ്രത്യേകിച്ചും സ്ത്രീകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഫ്രഞ്ച് ഫുട്ബോളറായ എംബാപ്പയെ ഈ വിദ്വാൻ വംശീയമായിട്ട് അധിക്ഷേപിച്ചത്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കരുതിയത് ഈ ഫ്രഞ്ചുകാരെല്ലാം നല്ല വെളുത്തു തുടുത്ത ആൾക്കാരാണെന്നും, എന്നാൽ എംബാപ്പയെ അഥവാ ആരെങ്കിലും രാത്രി കണ്ടു കഴിഞ്ഞാൽ ഭയന്ന് വിറയ്ക്കും എന്നും ആയിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു വംശീയ അധിക്ഷേപം തന്നെ ആയിരുന്നു. എന്നാൽ അത് പല ആൾക്കാരും ചൂണ്ടിക്കാണിച്ചിട്ടും ടി.ജി. മോഹൻദാസ് ഒരിക്കലും അതിൽ ഒരു ഖേദം രേഖപ്പെടുത്താൻ പോലും തയ്യാറായില്ല. അത് അദ്ദേഹത്തിൻ്റെ മാനസിക വൈകൃതത്തിൻ്റെ അളവുകോൽ കൂടി ആണ്. ലോകത്ത് കോടിക്കണക്കിന് സ്ത്രീകളാണ് എംബാപ്പയെ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. ഈ എംബാപ്പയുടെ പ്രായത്തിൽ ടി.ജി. മോഹൻദാസിനെ ലോകത്ത് എത്ര സ്ത്രീകൾ സ്നേഹിച്ചിരുന്നു കാണും എന്ന് അദ്ദേഹം ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. വില്യം ഷേക്സ്പിയറിൻ്റെ ഡെസ്റ്റിമൺ എന്ന രാജകുമാരി പ്രേമിച്ച് ഒഥല്ലോ എന്ന കഥാപാത്രമാണ് എംബാപ്പയെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. എന്നാൽ പൗരുഷത്തെക്കുറിച്ചിട്ടും പുരുഷ സൗന്ദര്യത്തെക്കുറിച്ചിട്ടും എന്തോ മിഥ്യാധാരണകളാണ് ഈ ടി.ജി. മോഹൻദാസ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, തനിക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടും വളരെ ആധികാരികമായിട്ട് ഈ വിദ്വാൻ സംസാരിക്കും. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ വിദ്വേഷ പരാമർശത്തിലേക്ക് പോകാം. ഞാൻ എങ്ങനെയാ അത് നിങ്ങളോട് പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ആരംഭിക്കുന്നത് തന്നെ. അത് തന്നെ സൂചിപ്പിക്കുന്നത് പറയാൻ പാടില്ലാത്ത എന്തോ ആണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നാണ്. ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണ് പെൺകുട്ടികൾ. 18 വയസ്സുള്ള 15 വയസ്സുള്ള പെൺകുട്ടികൾ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടില്ല. അകത്ത് ടീഷർട്ട് പോലെ എല്ലാ പെൺകുട്ടികളുടെയും ടീഷർട്ട് ലോ കട്ടാണ്, കാണേണ്ട രീതിയിൽ കാണിച്ചുകൊണ്ട്. ഇതിനൊക്കെ വീടും കുടിയും തന്തയും തള്ളയും ഇല്ലേ? എന്നിട്ട് ഇവരുടെയൊക്കെ റീൽസ് എടുക്കുന്ന ക്യാമറ എപ്പോഴും മുകളിൽ നിന്നാണ്. നെഞ്ചത്താണ് ക്യാമറ എപ്പോഴും. കഷ്ടിച്ച് മുഖവും കാണിക്കും ഇടയ്ക്കിടയ്ക്ക്. ബാക്കി മുഴുവൻ നെഞ്ച്. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ നെഞ്ച് കാണും. ഇതാണ് അദ്ദേഹം നടത്തിയ 3ാമത്തെ പരാമർശം. ആർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, പക്ഷേ അത് പബ്ലിക് ഓർഡറിനെ ബാധിക്കാൻ പാടില്ല എന്ന് മാത്രം. നാം പലപ്പോഴും ഈ സിനിമാ താരങ്ങളൊക്കെ ഉദ്ഘാടനത്തിന് പോകുന്ന രീതി കണ്ടു കാണും. അതുപോലെ തന്നെ ചുംബന സമരം വരെ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കൂടാതെ ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് സോഷ്യൽ മീഡിയയിൽ നഗ്നത മാത്രം കാണിച്ച് നടക്കുന്ന സ്ത്രീകൾ വരെ അവിടെ പോയിട്ട് പൊങ്കാല ഇടുന്നതും ഒക്കെ കാണേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ. സിനിമകളിലും ഇതൊക്കെ സർവ്വസാധാരണമാണ്. കാലം ഏറെ മാറിയിരിക്കുന്നു. പുതിയ തലമുറ അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ജീവിക്കും. ഒരു പ്രത്യേക വീക്ഷണകോണിൽ കൂടിയാണ് അവർ ജീവിതത്തെ നോക്കിക്കാണുന്നത്. ടി.ജി. മോഹൻദാസിന് പക്ഷേ ഇതൊന്നും തന്നെ അറിയില്ല. അദ്ദേഹം ഈ വയസ്സാൻ കാലത്ത് പരസ്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കൂടാതെ സാധാരണഗതിയിൽ ഈ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയ വ്യക്തികളാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. ടി.ജി. മോഹൻദാസ് പൊതുമണ്ഡലത്തിൽ സജീവമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഉപകാരം വരുന്ന യാതൊരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കൽ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഞാൻ അദ്ദേഹത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ടു. അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പഠിച്ച വഖഫ് ആക്ടിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ മുനമ്പത്തെ സംബന്ധിക്കുന്ന കുറച്ച് വസ്തുതകളും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ അദ്ദേഹത്തിന് അത് ജനങ്ങളെ അറിയിക്കാൻ കഴിയും. അത്തരത്തിൽ ഈ വിവരങ്ങളുടെ ഒരു കൈമാറ്റത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടത്. അദ്ദേഹം എന്നോട് ആദ്യമായി ചോദിച്ചത്, മുനമ്പത്തുകാർക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ്. അപ്പോൾ ഞാൻ വളരെ താഴ്മയായിട്ട് പറഞ്ഞു, അല്ല സാർ, നമുക്ക് ഉദ്ദേശം ഒരു 610ഓളം കുടുംബങ്ങളെ സഹായിക്കാൻ കഴിയില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയാൻ പോകുന്ന കാര്യമൊന്നും എനിക്ക് എൻ്റെ തലയിൽ കയറ്റി വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല സാർ, സാറിന് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതെ, എനിക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ട്, അതിന് നിങ്ങൾക്കെന്നാ? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ അവിടെ തന്നെ എൻ്റെ കോൾ കട്ട് ചെയ്തു, സ്ഥലം വിട്ടു. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് ഇതേ ടി.ജി. മോഹൻദാസ് തന്നെ തൻ്റെ വീഡിയോയിൽ കൂടി ഈ മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന വിചിത്രമായ കാഴ്ചയാണ്.
വഖഫ് ആക്ടിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ അറിയാതെ ആ പാവപ്പെട്ട ജനങ്ങൾക്ക് തെറ്റായ നിയമോപദേശം നൽകുന്നു. ഞാൻ സത്യം പറയട്ടെ, ഇത്തരത്തിലുള്ള പ്രച്ഛന്ന വേഷക്കാരെ എനിക്കിഷ്ടമേ അല്ല. മനസ്സിൽ ഒരു കാര്യം സൂക്ഷിക്കുക, നേരെ വിപരീതമായി പുറമെ അഭിനയിക്കുക. ഇനി ഒരാൾ എത്ര പണ്ഡിതനായാലും ശരി തന്നെ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് മറ്റുള്ള ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നാണ്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ TG മോഹൻദാസിന് അത് അറിയില്ല തന്നെ. അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ നിലനിൽക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയോ ഇല്ല. അദ്ദേഹത്തെ മാനസികമായി തകർക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പോലീസിൻ്റെയും അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെയും ആഗ്രഹം. സൈബർ പോലീസാണ് ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു വക്കീൽ കൂടിയായ TG മോഹൻദാസ് മനസ്സിലാക്കേണ്ടത് സൈബർ നിയമമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും നഷ്ടം വരുത്തി എന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റും. പോലീസിന് അവിടുത്തെ കോടതിയിൽ അത് ഫയൽ ചെയ്യാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ TG മോഹൻദാസിന് ആ എല്ലാ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങി നടക്കേണ്ടി വരും. ഉദാഹരണത്തിന് നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ കാര്യം തന്നെ എടുക്കുക. ആ കേസുകളിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാലും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ആ കോടതികളിൽ പോകേണ്ടി വരും. അന്ന് അവിടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കുക വലിയ വലിയ ക്രിമിനൽ പുള്ളികൾ ആയിരിക്കും. അത് തീർച്ചയായിട്ടും എനിക്കും മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലാതെ എന്ത് പറയാൻ. അവസാനമായി അദ്ദേഹത്തിനെതിരെ വാള് എടുത്തിരിക്കുന്നവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അത്തരക്കാർ ഇദ്ദേഹത്തെക്കാളേറെ ഈ തരം വിഷയങ്ങളിൽ കൂടുതൽ വിഷം ചീറ്റിയവരാണ്, തുപ്പിയവരാണ്. അതുപോലെ അധികാരത്തിലെത്തിയതിനു ശേഷം ജനങ്ങളെ വെടിവയ്ക്കാതെ വെടിവെച്ചവർ, പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയവർ, ബലാത്സംഗ വീരന്മാർ, തീവ്രത കൂടിയതും കുറഞ്ഞതുമായ ബലാത്സംഗങ്ങൾ ചെയ്യുന്നവർ, ഗവർണറെ വരെ ആക്രമിക്കാൻ ശ്രമിച്ചവർ, കോളേജിന് മുന്നിൽ യോനി കവാടം സ്ഥാപിച്ചവർ, മയക്കുമരുന്ന് കച്ചവടക്കാർ, ആൾക്കാരെ 51 വെട്ടിക്കൊല്ലുന്ന കൊലപാതകികൾ, ഭരണഘടനാ സ്ഥാപനമായ PSCയെ വരെ ഹൈജാക്ക് ചെയ്തവർ, സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന സാംസ്കാരിക നായകർ, ഇവരൊക്കെയാണ് ഈ TG മോഹൻദാസിനെതിരെ കുരയ്ക്കുന്നത് എന്ന് കാണുമ്പോൾ TG മോഹൻദാസ് എത്ര സാധുവായ മനുഷ്യൻ എന്നുകൂടി നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.